പശ്ചിമേഷ്യയെ അശാന്തമായി തുടരുകയാണ്. ട്രംപിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. ഇറാൻ ആണവ കേന്ദ്രത്തിൽ ആക്രമണം നടത്തി ഇസ്രയേൽ എന്ന പ്രധാനപ്പെട്ട വാർത്ത കൂടി വരികയാണ്. ഹോർമുസ് ഇതിനിടയിൽ അടച്ചതായി ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും വ്യാപാര കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അബുദാബിയിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണവും ഉണ്ടാകുന്നുണ്ട്. ഓഹരി വിപണികൾ കൂപ്പുകുത്തുകയാണ്. ക്രൂഡ് ഓയിൽ വില $100 പിന്നിടുകയും ചെയ്തു. അങ്ങനെ പശ്ചിമേഷ്യയിലെ അശാന്തി ലോകരാജ്യങ്ങളെ ആകെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കിടക്കുന്നു എന്നാണ് സാഹചര്യം. എന്താണെന്ന് നോക്കാം. നമുക്ക് വിനോദ് ചേരുന്നു. വിനോദ്, ഏറ്റവും പുതിയ വാർത്ത, ഇറാൻ തന്ത്രപ്രധാനമായ ഗൾഫ് മേഖലകളിലേക്ക് വീണ്ടും ആക്രമണം നടത്തുന്നു എന്നതാണ് സാഹചര്യം. മലയാളികൾക്കെ ഉള്ള മേഖലയാണ്. എന്താണ് ഇത് സംബന്ധിച്ച പുതിയ വിശദാംശങ്ങൾ? ഇത് ട്രംപിൻ്റെ ഉറപ്പ് പാഴ്വാക്കാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം പാഴ്വാക്കാകുന്നു എന്നത് തന്നെയാണ്. എല്ലാ ദിവസവും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സഖ്യസേനയുടെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. ഇറാനിലെ ആണവ കേന്ദ്രമായ ഖൊണ്ടാവിൽ ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായി. ആണവ വികിരണം ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ അറിയിക്കുന്നത്. ആളപായമോ കാര്യമായ നാശനഷ്ടമോ ഇല്ല എന്ന് പറയുന്നു. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് ട്രംപ് പറയുമ്പോൾ ആക്രമണമുണ്ടായതാകട്ടെ ഈ അണ്വായുധ കേന്ദ്രത്തിലേക്കാണ്, അല്ലെങ്കിൽ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന കേന്ദ്രത്തിലേക്കാണ്. അണ്വായുധമാണോ അല്ലയോ എന്ന കാര്യത്തിലൊക്കെ തർക്കം നിൽക്കുന്നുണ്ട്. തങ്ങൾ അങ്ങനെ അണുവായുധം നിർമ്മിക്കുന്നില്ല, ഊർജ്ജാവശ്യത്തിന് വേണ്ടിയുള്ള യുറേനിയം സമ്പുഷ്ടീകരണം എന്ന വിശദീകരണമൊക്കെയാണ് ഇതുവരെ ഇറാൻ നൽകിയത്. ഏതായിരുന്നാലും ഇറാനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഹോർമുസ് പൂർണ്ണമായി അടച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഇറാൻ പോകുന്നു. ചൈനീസ് കപ്പൽ പോലും തടയുന്ന നിലയിലേക്ക് പോവുകയാണ്. അതായത് ചൈന ഇതുവരെ ഇറാനെ പിന്തുണയ്ക്കുന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ 2 എണ്ണക്കപ്പലുകൾ, അത് ചൈനീസ് കമ്പനിയുടെ പേരിലുള്ളതാണ്, ആ 2 കപ്പലുകളും തടഞ്ഞിടുന്ന നിലയിലേക്ക് പോകുന്നു. മാത്രമല്ല അവിടെ ഒരു പിരിവ്, നേരത്തെ ഒരു ചുങ്കപ്പിരിവ് എന്ന നിലയ്ക്ക് തന്നെയാണ് 18 കോടി രൂപയാണ് ഓരോ കപ്പലിൽ നിന്നും ഈടാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നത്. അത് കൂടുതൽ കടുപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നു. സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകൾ വിട്ടുകൊടുക്കുമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിയിപ്പുണ്ടായിരുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്ന്. പക്ഷേ അതുപോലും മാറ്റിവെച്ചുകൊണ്ട് നടപടികൾ കടുപ്പിക്കുകയാണ്. മാത്രമല്ല അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വാണിജ്യ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ വാർത്ത, അബുദാബിയിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 2 ഇടങ്ങളിൽ മിസൈൽ ആക്രമണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. പല ഭാഗങ്ങളിലായി തീപിടുത്തമുണ്ടായിരിക്കുന്നു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റ് ആകട്ടെ 2 തുറമുഖങ്ങൾ പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതിലൊന്ന് ചൈനീസ് നിക്ഷേപമുള്ള തുറമുഖമാണ്, വലിയ തോതിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഇടമാണ്. ഈ 2 ഇടങ്ങളിലും ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് ഈ 2 തുറമുഖങ്ങളും കുവൈറ്റ് അടച്ചിട്ടത്. ഈ തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ട്രംപാകട്ടെ വീണ്ടും പറയുന്നത് ഹോർമൂസ് കടലിടുക്കിനെ ട്രംപ് കടലിടുക്ക് എന്ന പേരിൽ അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുകയാണ്. അവിടുത്തെ അധികാരം ഇറാനുമായി പങ്കിടണമെന്ന ആഗ്രഹമാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. ട്രംപിനെ സംബന്ധിച്ചും ഇത് സുഖകരമായൊരു കാര്യമല്ല. അമേരിക്കയിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് ഹിതപരിശോധന വരികയാണ്. ട്രംപിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുകൾ ഉയർന്നു വരുന്നൊരു സമയമുണ്ട്. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ യുദ്ധം ഉണ്ടാക്കി വെക്കുന്നത്. പ്രതിദിനം 9,000 കോടി എന്ന നിലയിൽ ഏതാണ്ട് 4 ആഴ്ച ആകുമ്പോഴേക്കും 2.5 ലക്ഷം കോടിയിലധികം രൂപയുടെ ബാധ്യത അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ഭൂഖണ്ഡാന്തര മിസൈലുകളുടെയൊക്കെ ഉപയോഗം അത് രാജ്യത്തെ ആയുധശേഷിയിൽ കുറവുണ്ടാക്കുന്നു. അതും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ട്രംപ് ആകട്ടെ ഒബാമയും ജോ ബൈഡൻ്റെയും കാലത്തൊക്കെയുള്ള ഭരണങ്ങളെ വിമർശിക്കുകയാണ്. ഇറാന് വലിയ തോതിൽ ഇവർ സാമ്പത്തിക സഹായം ചെയ്തു എന്നൊരു ആക്ഷേപമാണ് ട്രംപ് ഒരു വശത്ത് ഉന്നയിക്കുന്നത്. ഇസ്രായേലിലും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മൊസാദിൻ്റെയൊക്കെ വിവരശേഖരണം, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് മൊസാദൊക്കെ നൽകിയ ഒരു രഹസ്യാന്വേഷണ വിവരം വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ അസ്ഥിരപ്പെടും എന്നതാണ്. അതായത് ഖമനേയി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങുമെന്നും അതുവഴി പുതിയ ഭരണകൂടം അവിടെ സൃഷ്ടിക്കപ്പെടുമെന്നും ഒക്കെയുള്ള കണക്ക് കൂട്ടലായിരുന്നു. പക്ഷേ ഖമനേയി ഉൾപ്പെടെ ഏതാണ്ട് 1 ഡസനിലധികം പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടും മുസ്തഫ ഖമനേയിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുന്നു. അത് ഈ സഖ്യസേനകളെ മാത്രമല്ല, ഗൾഫിലെ മറ്റ് രാജ്യങ്ങളെ, അമേരിക്കയ്ക്ക് യുദ്ധത്താവളങ്ങൾ കൊടുത്ത മുഴുവൻ രാജ്യങ്ങളെയും ആക്രമിക്കുന്നു. ട്രംപ് ആകട്ടെ ഇപ്പോൾ നാറ്റോയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 32ഓളം രാജ്യങ്ങൾ അടങ്ങിയ ഒരു സഖ്യമാണ് നാറ്റോ ഈ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയും കാര്യമായി പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാറ്റോയ്ക്കുള്ള സാമ്പത്തിക സഹായം തടയുമെന്ന ഒരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടിയായി പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിൽ മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിനോദ്, ഈ പശ്ചിമേഷ്യയിലെ അശാന്തി ലോകരാജ്യങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന അവസ്ഥയാണ്. ഇന്നലെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരെ വിളിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുന്നത്.
ഇന്ധന പ്രതിസന്ധി ഉണ്ടാവില്ല, ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ നമുക്കറിയാം ഓഹരി വിപണി ഇന്ത്യയിൽ തന്നെ അത് വളരെ പ്രധാനമാണ്. ഓഹരി വിപണികൾ കൂപ്പുകുത്തുന്നു, ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ വലിയ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ തുടരുകയാണല്ലോ. അപ്പോൾ ഈ ഇന്ധന പ്രതിസന്ധിയും ഹോർമൂസിൻ്റെ അവസ്ഥയുമൊക്കെ ഇപ്പോഴത്തെ സാഹചര്യം ഇനിയും രൂക്ഷമാകുമെന്ന സൂചന തന്നെയല്ലേ നൽകുന്നത്? ഇത് അടുത്ത മാസം 6 വരെയാണ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ഒരു ദിവസം പോലും വെടിനിർത്തൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഓഹരി വിപണികൾ കയറുകയും ഈ രൂപയുടെ മൂല്യം അത് ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും സ്ഥിതി മറിച്ചാകുന്നു. നിരന്തരം ആക്രമണം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, ഊർജ്ജ കേന്ദ്രത്തിലേക്കല്ല, ആണവ കേന്ദ്രത്തിലേക്ക് തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു ഇറാന് നേർക്ക്. അതോടുകൂടി ഹോർമൂസ് പൂർണ്ണമായും അടയ്ക്കുന്ന നിലയിലേക്ക് പോകുന്നു. കപ്പലുകളുടെ യാത്ര ഒരു കാരണവശാലും സുഗമമാകില്ല എന്ന വിലയിരുത്തലിലേക്ക് വരുമ്പോഴാണ് ഈ തരത്തിൽ ഓഹരി വിപണികൾ വീഴുന്നത്. അത് രാജ്യത്തെ മാത്രമല്ല, US ഓഹരി വിപണികൾ ഉൾപ്പെടെ വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത്. മാത്രമല്ല, ഈ എണ്ണവില, ക്രൂഡിൻ്റെ വില ഇപ്പോൾ $100 മുകളിലേക്ക് പോകുന്നു. 94 രൂപ എന്നത് ഒരു ഡോളറിന് തുല്യമായ 95 രൂപയ്ക്ക് അടുത്താകുന്നു. അങ്ങനെ ചരിത്രത്തിലില്ലാത്ത വിധം ഇന്ത്യൻ രൂപ ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യക്ക് മാത്രമല്ല മുഴുവൻ രാജ്യങ്ങൾക്കും പ്രതിസന്ധി ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് റഷ്യയും അവരുടെ എണ്ണ ഉൽപ്പാദനം കുറച്ചിട്ടുണ്ട്. കാരണം ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് റഷ്യയിലേക്ക് വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഈ രണ്ട് യുദ്ധങ്ങളും ചേർത്ത് വായിക്കേണ്ടി വരും. കാരണം ഉക്രൈൻ ഇപ്പോൾ സൗദിയെ സഹായിക്കാൻ രംഗത്തുണ്ട്. കാരണം റഷ്യൻ നിർമ്മിത ഉപകരണങ്ങളാണ്, ആയുധങ്ങളാണ് കൂടുതലായി ഇറാൻ ഉപയോഗിക്കുന്നത്. ഇത് പ്രതിരോധിച്ചുള്ള, ഇതിനെ നേരിട്ടുള്ള പരിചയം തങ്ങൾക്കുണ്ട് എന്ന കാര്യമാണ് ഉക്രൈൻ പറയുന്നത്. സെലൻസ്കി ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സൗദിയുമായി ഇപ്പോൾ തന്നെ സഹകരിക്കുന്നുണ്ട്. ഇറാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പ്രതിരോധിക്കുന്നതിനും ഇറാനിലേക്ക് ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിനും സൗദിയെ സഹായിക്കുമെന്നതാണ്. നമുക്കറിയാം, ഇറാനും സൗദിയുമായി വലിയ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ വംശീയമായ പ്രശ്നങ്ങളുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഈ കരയുദ്ധം വേണമെന്ന് സൗദി അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇറാനിലേക്ക് കരയുദ്ധം എന്ന ആവശ്യമാണ് സൗദി ഉന്നയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉക്രൈൻ്റെ സഹായം കൂടി സൗദിയിലേക്ക് വരുന്നത്. സത്യത്തിൽ നമുക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ലോക യുദ്ധങ്ങളുടെ സ്വഭാവത്തിലേക്കൊക്കെ ഇത് കടന്നില്ലെങ്കിൽ പോലും ലോകം രണ്ട് ചേരിയായി മാറുന്നു, അല്ലെങ്കിൽ രണ്ട് പക്ഷത്തേക്ക് ലോകരാജ്യങ്ങൾ മാറുന്നു, അവരുടെ താല്പര്യങ്ങൾ ഊന്നി നിർത്തുന്നു. പാകിസ്ഥാൻ ഇതിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ ഇസ്രായേലിനൊരു മുന്നറിയിപ്പ് പാകിസ്ഥാൻ കൊടുക്കുന്നു. അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ തൊട്ടാൽ കളി മാറുമെന്നൊരു വാദം പാകിസ്ഥാൻ പറയുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അത് ശരിയാകുമെന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. പാകിസ്ഥാൻ്റെ സൈനിക ശേഷിയൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. എങ്കിൽ തന്നെ സൗദിയുമായി അടുത്ത കാലത്ത് പാകിസ്ഥാൻ സൈനിക സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ ആണവരാജ്യമാണ്, സൗദിക്ക് അതില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സമ്പത്തുണ്ട്. അങ്ങനെ ഒരു സൗഹൃദത്തിലേക്ക് പോകുന്നു. പക്ഷേ സൗദിയും ഇറാനും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അതിൽ ഇറാനെ ഒരു പരിധിക്കപ്പുറം വിറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും ഉണ്ട് പാകിസ്ഥാൻ. കാരണം 1000 കിലോമീറ്ററിലധികം ഇറാനുമായി പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നയതന്ത്ര ചർച്ച അല്ലെങ്കിൽ സമാധാന ചർച്ച പാകിസ്ഥാൻ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. യൂറോപ്പിലാകട്ടെ പല രാജ്യങ്ങളിലും ഇന്ധനത്തിന് വില കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നയാര എണ്ണ കമ്പനി ഇതിനകം തന്നെ പെട്രോളിന് 5 രൂപ കൂട്ടുന്ന നിലയിലേക്ക് പോയി. ഇപ്പോൾ തന്നെ നമ്മുടെ എക്സൈസ് തീരുവയിൽ കേന്ദ്രം കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ വിൽപ്പന വിലയിൽ ആ കുറവ് പ്രതിഫലിക്കില്ല. കേന്ദ്രത്തിന് ലഭിക്കുന്ന, സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിൽ വലിയ കുറവുണ്ടാകും. ഏതാണ്ട് 1.5 ലക്ഷം കോടിയോളം രൂപയുടെ കുറവാണ് രാജ്യത്തിന് സംഭവിക്കുക. ഒരുപക്ഷെ $140 മുകളിലേക്ക് ബാരലിന് ക്രൂഡ് ഓയിലിൻ്റെ വില പോയാൽ ഉറപ്പായും വില കൂട്ടേണ്ടി വരും. വലിയ പണപ്പെരുപ്പ് അല്ലെങ്കിൽ വിലക്കയറ്റത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന നിലയിലേക്ക് സാഹചര്യം മാറാനുള്ള ഇടയുമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ ഹോർമുസ് കടലിടുക്ക് വഴി ഒരു ഇന്ത്യൻ കപ്പൽ കടന്നു വരുന്ന വാർത്ത കൂടിയുണ്ട്. 2 ഇന്ത്യൻ കപ്പലുകൾ കടന്നു വരികയാണ്. ഇന്ത്യൻ നേവി ഇതിന് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ടും രംഗത്തുണ്ട്. ആ രീതിയിൽ കൂടി പുരോഗമിക്കുകയാണ് സാഹചര്യം. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ നിർണായകമാണ്. ലോകരാജ്യക്രമങ്ങളെ ആകെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പ്രശ്നങ്ങൾ മാറി എന്നതാണ് അവസ്ഥ.